നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഏതേതു വസ്തുക്കളിൽ നിന്ന് ആശ അകലുന്നുവോ അത്രയ്ക്കും ആ വസ്തുക്കളിൽ നിന്നുള്ള ദുഃഖങ്ങളും നമ്മിൽ നിന്ന് അകലും. ഒരു വസ്തുവോ വ്യക്തിയോ നമ്മുടേതല്ല എന്ന ചിന്തയുണ്ടായാൽ അത് നശിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. അതുപോലെ ഭാവിയിൽ കിട്ടാനുള്ള ഒന്നിനെക്കുറിച്ചുള്ള മോഹം നമ്മിലില്ലാതെ ഇരുന്നാൽ അത് ലഭിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖവും നമ്മെ ബാധിക്കുകയില്ല. വസ്തുമോഹങ്ങൾ എപ്പോഴും പ്രാരാബ്ധങ്ങൾക്ക് കാരണമാകുന്നു. ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ വസ്തുക്കളിലുള്ള ഭ്രമം ശമിക്കുന്നു. അതില്ലെങ്കിൽ വസ്തുഭ്രമം മൂലം ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. വസ്തുക്കളിൽ സംഗമമായ ആശയെ നാം ത്യജിച്ചാൽ വസ്തുക്കളാൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും ഇല്ലാതെയാകും. അടുത്താലല്ലേ ആപത്തുള്ളൂ. സ്വസ്ഥമായ മനസ്സും പ്രവൃത്തിയും കാക്ഷിക്കുന്നവർ ആഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. ഇതിനെയാണ് ശാന്തി എന്ന് മഹർഷീശ്വരന്മാർ വിശേഷിപ്പിക്കുന്നത്. ചൂടിൽ നിന്ന് അകന്നു നിന്നാൽ ദാഹം കുറയും. ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ത്യജിച്ചാൽ ജീവിത ദുഃഖങ്ങളും ഇല്ലാതെയാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപ പ്രഭഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാര ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപ പ്രഭഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാര ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ വളരെ ലളിതമായി തന്നെ ജീവാത്മഭാവത്തെ അനുസന്ധാനം ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ദൃഷ്ടാന്തത്തോടു കൂടി ഉപദേശിച്ചു. ഒരു കുടത്തിനുള്ളിൽ, അനേക ദ്വാരങ്ങളോടുകൂടിയ കുടത്തിനുള്ളിൽ നല്ല പ്രഭയുള്ള വിളക്ക് ജ്വലിപ്പിച്ച് വെച്ചിരിക്കുക. ആ ദ്വാരങ്ങളിലൂടെ പ്രകാശം പുറത്തേക്ക് വന്ന് ചുറ്റുപാടുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു, ഘടത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇതേപോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ അന്തഃകരണത്തെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മറ്റ് അവയവങ്ങളെയും എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ചൈതന്യ ജ്യോതിസ് നിലകൊള്ളുകയാണ്. അതിനാലാണ് എല്ലാം പ്രകാശിതമാകുന്നത്. അപ്പോൾ ചക്ഷുരാദികരണദ്വാര, കണ്ണ് തുടങ്ങിയ കരണങ്ങളിലൂടെ പുറത്തേക്ക് ബഹിസ്പന്ദതേ, പുറമേക്ക് സ്പന്ദിക്കുന്നു. അങ്ങനെ ചൈതന്യം സ്പന്ദിക്കുന്നത് കൊണ്ട് ജാനാമി, ഞാൻ അറിയുന്നു എന്ന ബോധം ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, ആ ചൈതന്യഭാവത്തെ പിന്തുടർന്നുകൊണ്ട് എല്ലാം പ്രകാശിക്കുകയാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവ വിഷയപ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ച് പ്രപഞ്ചമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രപഞ്ച പ്രതീതിയില്ല. അതുകൊണ്ട് തമേവ ബന്ധം അനുഭാത്യേതത് സമസ്തം, ഇതിനെ മുഴുവനും തന്നെ അത് പിന്തുടർന്ന് അനുപ്രകാശിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ കരണങ്ങളിലൂടെ പ്രകാശിക്കുന്ന കരണവിലക്ഷണനായ, ആവർത്തിച്ച് പറയട്ടെ, കരണവിലക്ഷണനായ, കരണങ്ങളിൽ നിന്ന് ഭിന്നനായ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയും. എന്നാൽ അത് കൂടാതെ ഇവിടെ ഒരു സൂക്ഷ്മ വിചാരത്തിനുള്ള സാധ്യത കൂടി ആചാര്യൻ തന്നിരിക്കുകയാണ്. അതെന്തത്? തമേവ ബന്ധം അനുഭാത്യേത സമസ്തം ജഗത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രകാശിക്കുന്ന അതിനെ പിന്തുടർന്ന് ഈ ജഗത്ത് മുഴുവനും പ്രകാശിക്കുന്നു. ഇത് കേൾക്കുന്ന മാത്രയിൽ തസ്യ ഭാഷാ സർവമിതം വിഭാതി എന്ന് തുടങ്ങുന്ന വേദമന്ത്രങ്ങളാണ് നമുക്ക് സ്മൃതിയിൽ വരിക. പ്രകാശിക്കുന്ന അതിനെ സമസ്ത പ്രപഞ്ചവും അനുപ്രകാശിക്കുന്നു. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഭൂമിയാകട്ടെ, ബ്രഹ്മാവോ വിഷ്ണുവോ ആവട്ടെ, നീയോ ഞാനോ ആകട്ടെ, സമസ്ത പ്രപഞ്ചവും ഏകവും അദ്വയവുമായ സത്യത്തെ അല്ലെങ്കിൽ സദ്വസ്തുവെ അനുപ്രകാശിക്കുന്നു. അതുള്ളതിനാൽ എല്ലാമുണ്ട്. അപ്പം അത് പറയുന്നതോടുകൂടെ കേവലം ജീവാത്മഭാവം എന്നുള്ളതിൽ ഒതുങ്ങിയ നമ്മുടെ ചിന്ത ആത്മബ്രഹ്മൈക്യം എന്നുള്ള പരമമായ തത്വത്തിലേക്ക് ഉയരുകയാണ്. അപ്പം ഏതൊരു ചൈതന്യമാണോ ജീവാത്മഭാവത്തിൽ സകല കരണങ്ങളെയും ശരീരത്തെയും വിഷയങ്ങളെയും എല്ലാം പ്രകാശിപ്പിച്ചത്, അതേ ചൈതന്യം തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോൾ സമസ്ത പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് എന്ന ഭാവം നമ്മളിൽ വരുന്നുണ്ടോ, അപ്പോൾ നമ്മളിൽ പരമാത്മഭാവം അല്ലെങ്കിൽ ബ്രഹ്മഭാവമാണ് വരുന്നത്. ഉപാധികളെ പ്രകാശിപ്പിക്കുന്ന എന്ന ചിന്ത എപ്പോൾ വരുന്നുണ്ടോ, അപ്പോൾ ജീവാത്മഭാവമാണ് പ്രകാശിപ്പിക്കുന്നത്. അപ്പം ഇത് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ജീവേശ്വര ഐക്യം അല്ലെങ്കിൽ ആത്മബ്രഹ്മൈക്യം എന്നുള്ള വേദാന്തത്തിൻ്റെ താത്പര്യം യാതൊന്നിന് തൊട്ട് മുൻ സൂത്രത്തിൽ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ എന്ന് പറഞ്ഞുല്ലോ, അതിനെ തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പം വ്യഷ്ടി ശരീരത്തിൽ സകല കരണങ്ങളെയും പ്രകാശിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് സകല അറിവുകളുടെ പ്രപഞ്ചത്തെയും ഉണ്ടാക്കി തീർത്തുവോ, അതേ ചൈതന്യ സ്വരൂപം തന്നെ
സമസ്ത പ്രപഞ്ചത്തിൻ്റെയും അനുസ്പന്ദനത്തിന് കാരണമാകുന്നു. അതിലൂടെ ആത്മബ്രഹ്മൈക്യം ഒന്നുകൂടി ദൃഢമായി ഉപദേശിക്കപ്പെടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഇദം നമഃ, ഇപ്രകാരം നമസ്കാരം സമർപ്പിക്കുന്നു. ശ്രീ ദക്ഷിണാമൂർത്തയെ. ഇവിടെ വളരെ സൂക്ഷ്മമായി ലളിതമായ ഏതൊരു പ്രാഥമിക തലത്തിലുള്ള വിദ്യാർത്ഥിക്കും അനുസന്ധാനം ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് ഇവിടെ ഉപദേശം ആരംഭിച്ചത്. അനേക ദ്വാരങ്ങളോടുകൂടിയ കുടത്തെ ദൃഷ്ടാന്തമാക്കി പറഞ്ഞിട്ട് അതിലൂടെ കരണങ്ങളിലൂടെ അഭിവ്യഞ്ജിക്കുന്ന ചൈതന്യത്തെ ഉപദേശിച്ചു. ആ ചൈതന്യം തന്നെയാണ് സകല ഉപാധികളെയും പ്രകാശിപ്പിക്കുന്നതെന്ന് എടുത്തു കാണിച്ചു. അനന്തരം അതുതന്നെയാണ് ഈ വിശ്വത്തെ മുഴുവൻ പ്രഭാസിപ്പിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ഒരേ സമയത്ത് കരണങ്ങളിലൂടെ കരണവിലക്ഷണമായ ആത്മാവിനെ സിദ്ധിച്ചു. രണ്ടാമതായിട്ട് ആ ആത്മചൈതന്യം തന്നെയാണ് സകല പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നതെന്നും എടുത്തു കാണിക്കുന്നു. ഈ ശ്ലോകം നല്ലപോലെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ബന്ധമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സന്ധ്യാദീപം തുടർന്ന് സനാതനധർമ്മം. ഭഗവതാനന്ദം സർവർക്കും ഉള്ളതാണെന്ന് ഭഗവാന്റെ ജന്മസമയം വ്യക്തമാക്കുന്നു. കാറ്റും കാലവും അഗ്നിയും ദിക്കുമെല്ലാം ആനന്ദത്തിലാകുന്നതും അത് മനുഷ്യരെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും ഭാഗവതത്തിലൂടെ വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ദിക്കുകളുടെയും കാലങ്ങളെയൊക്കെ തന്നെ ഭഗവത് അവതാരത്തിന് മുമ്പ് എങ്ങനെയായിത്തീർന്നു, അവരൊക്കെ എത്ര അനുഗ്രഹീതരായി തീർന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇനി അടുത്തത് പറയുന്നത് നദി ജലത്തിൻ്റെ ഗുണത്തെയാണ് ഇവിടെ പറയുന്നത്. നദ്യഃ പ്രസന്നസലില ഹ്രദാ ജലരുഹശ്രിയഃ ദ്വിജാളീകുലസന്നാദ അസ്ത ദഹാവനരാജേഹ. ഇവിടെ പറയാണ് നദികൾ. നമുക്കറിയാം നദികൾ എപ്പോഴും ആവശ്യമാണ് മനുഷ്യകുലത്തിന് കാർഷിക വിളകൾക്ക് വെള്ളമില്ലെങ്കിൽ യാതൊരു പ്രയോജനം. അപ്പം നദീജലത്തിലൂടെ വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം നദികൾ എങ്ങനെയാണ്? പ്രസന്ന സലിലാഹ, തെളിഞ്ഞ വെള്ളത്തോടു കൂടിയവയായി. അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി പരിശുദ്ധമാക്കപ്പെട്ടു നദികൾ. എന്താണ്? ഭഗവത് അവതാരത്തിൻ്റെ. നോക്കുക, ചുറ്റിനുമുള്ള നിമിത്തങ്ങൾ എത്രത്തോളം ശോഭനമാണെന്നുള്ളത് ഓർക്കുക. നദികൾ തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതായി. ഹൃദാഹ, അഗാധ ജലസ്ഥാനങ്ങൾ. ജലരുഗസ്ത്രീയ, താമരപ്പൂക്കളോടുകൂടി ശോഭയോടുകൂടിയവയായി. അവിടെ നമുക്ക് ചിലപ്പോൾ തോന്നിക്കാം, വൈരുദ്ധ്യത തോന്നിക്കാമെങ്കിലും ആ വൈരുദ്ധ്യതയല്ല ഇവിടെ ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിനെ പ്രകടമാക്കുകയാണ് ചില കാര്യങ്ങൾ. അത്ഭുതത്വം പ്രകടമാക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുന്നെന്ന് മാത്രം. എങ്ങനെയാണ്? ജലരുഹസ്ത്രീയ, താമരപ്പൂക്കളോട് ശോഭയോട് കൂടിയവ. നദികളെല്ലാം താമരപ്പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കുന്നു. രാത്രിയിൽ താമര വിടരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തെ അല്ലെങ്കിൽ പ്രത്യേകമായ പ്രകൃതിയുടെ ശക്തിവിശേഷത്തെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതി പോലെ ഇപ്പം മാറിമറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഇവിടുത്തെ സാഹചര്യം പ്രത്യേകമാണ്. ഭഗവത് അവതാരത്തിൻ്റെ സമയമാണ്. ആ അവതാര സമയമായതുകൊണ്ട് തന്നെ താമരപ്പൂക്കൾ പോലും സമയം തെറ്റി വിടർന്നു നിൽക്കുന്നതായിട്ട് തോന്നിക്കുകയാണ്. വനരാജയ, വനനിരകളോ
ഇനി വനങ്ങളെങ്ങനെയാണ്? വനനിരകൾ, ദ്വിജാളീകുല സന്നാസ്തബഗാഹ പക്ഷികൾ, അതുപോലെ തന്നെ വണ്ടുകൾ, പിന്നെയോ ഇവയുടെ മനോഹരമായ ശബ്ദങ്ങളോടുകൂടി പക്ഷികളുണ്ടാക്കുന്ന ശബ്ദങ്ങൾ. രാത്രിയാണല്ലോ ഭഗവാന്റെ അവതാരം. ആ സമയത്ത് പോലും പക്ഷികൾക്ക് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവ ഉൾക്കൊണ്ടുകൊണ്ട് അവയെല്ലാം എന്ത് ചെയ്ത് മധുരമായ ശബ്ദത്തെ ഉണ്ടാക്കി. അതുപോലെ തന്നെ വണ്ടുകൾ അവയുടെ ശബ്ദം, മൂളിപ്പാട്ടുകളുണ്ടാക്കി. ഇങ്ങനെ ഒരു ശബ്ദം കൊണ്ട് പോലും പ്രകൃതി അനുഗ്രഹീതയായി തീർന്നു എവിടെയും എന്നുള്ളതാണ്. അങ്ങനെ മനോഹര ശബ്ദങ്ങളോടുകൂടി പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. രാത്രി എന്നുള്ള സമയത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്നു. അങ്ങനെ ജലത്തിൻ്റെയും പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളെയും ഒരേപോലെ ആരാണോ അതിനെ ആസ്വദിക്കുന്ന അവരെയെല്ലാം രഞ്ജിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതി പരിശോഭനമായി തീർന്നു എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു തത്വത്തെ നാം ഉൾക്കൊള്ളുക. ഭഗവാന്റെ അവതാര സമയത്ത് ആർക്കൊക്കെയാണ് അനുഗ്രഹീത ശക്തികൾ കിട്ടി എന്നുള്ള കാര്യം നാം ആലോചിച്ച് നോക്കേണ്ടതാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, വവോ വായു സുഖസ്പർശ പുണ്യഗന്ധവഹ ശുചി അഗ്നേശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത. പറയുകയാണ്, വായു കാറ്റ്, സുഖസ്പർശ സുഖമായ സ്പർശത്തോടു കൂടിയതാണ്. അവിടെ വലിയ തീജ്വാലയുള്ള കാറ്റൊന്നും അല്ല, വളരെ ശാന്തമായിട്ട് മനുഷ്യൻ്റെ ചർമ്മത്തെ തട്ടുമ്പോഴത്തേക്ക് ഒരു ശീതസ്പർശത ആ കാറ്റിനുണ്ട്. അങ്ങനെ സുഖമായ സ്പർശത്തോടും അതുപോലെ പുണ്യഗന്ധവക പുണ്യമായ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് വരുന്നതും. അപ്പോൾ കാറ്റിന് ശീതസ്പർശം മാത്രമല്ല, അതിനൊരു പ്രത്യേക ഗന്ധത്തോടു കൂടിയതാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ആരും നിൽക്കില്ല. വരുന്ന അതിഥികൾ അതേപോലെ തന്നെ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകും. ഇതേപോലെ അല്ല ഇവിടെ എന്ന് പറഞ്ഞ അന്തരീക്ഷം എന്താണ്? ആരൊക്കെ വരുന്നോ അവർക്കെല്ലാം ആഹ്ലാദത്വം നൽകുന്ന രീതിയിൽ സുഖസ്പർശത്തോടും പുണ്യമായ ഗന്ധത്തെയും ബാധിച്ചുകൊണ്ടും പവനൻ പോലും കാറ്റ് പോലും സഞ്ചരിക്കുകയാണ്. ശുദ്ധമായ വവൗ വീശി, കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശുദ്ധമായിട്ടിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ ആനന്ദം നൽകുമാറ് കാറ്റ് പോലും ആനന്ദമായി തീർന്നു എന്നാണ് പറയുന്നത്. ദ്വിജാതീനാം ബ്രാഹ്മണരുടെ അഗ്നിയച്ച അഗ്നികളും ശാന്തങ്ങളായിട്ട് തത്ര ആ സമയത്തിൽ സമിന്ധത ഉജ്ജ്വലിക്കുന്നു. കത്തിജ്വലിക്കുന്ന അഗ്നി ആരാധകരാണ്. അഗ്നിയെ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ് ബ്രാഹ്മണർ, ദ്വിജാതികൾ. അങ്ങനെയുള്ളവരുടെ അഗ്നി പോലും ഉജ്ജ്വലിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് തന്നെ ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങും ഒരു തുള്ളി ഇരുട്ടില്ലാത്ത വിധത്തിൽ ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഇത് സമ്പുഷ്ടമാക്കുന്നു, എത്രത്തോളം ആനന്ദത്തെ നൽകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ഉജ്ജ്വലിക്കുന്നു എന്ന് പറയുന്ന വാക്കിലൂടെ തന്നെ നമുക്കൊരു കാര്യം പ്രകാശവത്തായി തീർന്നു. നമ്മുടെ മനസ്സാണ് ഇനി ഉജ്ജ്വലിക്കേണ്ടത് എന്നുള്ളത്. പ്രകൃതി, ദിക്ക്, കാലം, ജലം, അഗ്നി ഇവയെല്ലാം വേണ്ട വിധത്തിൽ ഭഗവാന്റെ ആരാധന, ഭഗവത് ഭക്തിയെ നിലനിർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യ മനസ്സെങ്ങനെ അതിനൊത്ത് മാറണമെന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഭാഗവതം എടുത്തു പറയുന്നത്. അപ്പോൾ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തെ നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ കാറ്റും ദിക്കുകളും ദേശങ്ങളും എത്രത്തോളം ആനന്ദത്തോടു കൂടി ഭൂമിയെ എത്രത്തോളം ആനന്ദഭരിതമാക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ സുഖസ്പർശത്തോടു കൂടിയ പവനം ചലിക്കുമ്പോഴും പൂക്കളുടെ മണങ്ങളെ ഗന്ധത്തെ വഹിക്കുമ്പോഴും കുയിലുകളും മറ്റുമൊക്കെ ആനന്ദനാദത്തെ ഒഴുക്കുമ്പോഴും മനുഷ്യ മനസ്സുകളെ ആനന്ദം നൽകുന്നു എന്ന് പറയുമ്പോൾ ഭഗവതാനന്ദം സർവർക്കും ലഭിക്കുവാനുള്ള അവസരമാണ് ഇതെന്നുള്ള കാര്യം ഭാഗവതം വെളിപ്പെടുത്തുന്നു. ആനന്ദം എല്ലാവർക്കും ലഭിക്കട്ടെ. നമസ്തേ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
പരാതിപഞ്ചമനുഭിः പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം.